ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ, അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് പഠിച്ചുകൊണ്ട് മാത്രം നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സ്ട്രാറ്റജി ഉള്ളത്. ഓക്കെ, ആ സ്ട്രാറ്റജിയുടെ പേരാണ് KPSM മെത്തേഡ്, കേരള PSC സ്റ്റഡി മെത്തേഡ്. എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ്. ഓക്കെ, അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു ബഗ് ക്രിയേറ്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ ടെലഗ്രാം ഇപ്പൊ നമ്മൾ 2 ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്നതാണ് ഒരു ടെലഗ്രാം ഗ്രൂപ്പ്. രണ്ടാമത്തെ പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, അപ്പൊ കോമൺ PSC എല്ലാ ഇതിനും കൂടി പഠിക്കുന്നവരാണെങ്കിൽ എന്താ പറയാ, കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ ഡിഗ്രിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. പുതുതായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇതിന്റെ PDF അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോ ഇതാണ് ഫിസിക്സിന്റെ സിലബസ്. ഇവിടെ ഞാൻ 2 സിലബസ് എല്ലാ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സബ്ജക്റ്റിനൊക്കെ സിലബസ് നമ്മൾ വായിക്കാറുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഫിസിക്സിന്റെ സിലബസ് വളരെ ലെങ്തി ആണ്. ഇത് മൊത്തം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 15-20 മിനിറ്റ് അതിന് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സിലബസിലുള്ളതാണ് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ഇതല്ലേ കറണ്ട് അഫെയർ. ISR എന്തൊക്കെ ചെയ്യുന്നു അവർ സിലബസ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെയാണ് ഈ ഗുരുത്വാകർഷണം എന്ന ഭാഗത്തുള്ള ഉപഗ്രഹങ്ങൾ. സിലബസിൽ ഉപഗ്രഹങ്ങൾ എന്നാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഉപഗ്രഹം മാത്രമല്ല, എന്തെങ്കിലും സ്പേസ് ഷിപ്പോ എന്തെങ്കിലും സ്റ്റാർ ഷിപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിലോ അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട സിലബസിൽ തന്നെ അവർ തന്നിട്ടുണ്ട് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. അതിന്റെ പേരാണ് നോബൽ പ്രൈസ്. അതായത് ഫിസിക്സിന് ബന്ധപ്പെട്ട നോബൽ പ്രൈസ്. അതിൽ നോബൽ പ്രൈസ് നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം പഠിക്കുന്നതായിരിക്കും. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമ്മുടെ KPSM മെത്തേഡ് പ്രകാരം, അതായത് കിരൺ PSC സ്റ്റഡി മെത്തേഡ് പ്രകാരം നിങ്ങളുടെ കയ്യിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നോട്ട് ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പറ്റുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം. അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ നമ്മുടെ സമയമില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നുമില്ല. ഓക്കെ, ആ രീതിയിലുള്ള നമ്മൾ ചെയ്യുക, സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എക്സാംസിന്റെ കറണ്ട് അഫെയർ അനാലിസിസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആണ്. നമ്മൾ പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഇനി വരാൻ പോകുന്ന എക്സാംസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതേപോലെ സിലബസ് എന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് വേണം. കാരണം ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ 1 മാസം മുമ്പ് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് ഈ ബുക്ക് മാത്രമേ റിവൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഡൗട്ട്, സർ ഞങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ വെക്കാം, അല്ലെങ്കിൽ എന്താ ലാപ്ടോപ്പ് ഉണ്ട് അതിൽ വെക്കാന്നുള്ളത്. ഓക്കെ മക്കളെ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ലാപ്ടോപ്പ് നോക്കുന്നതിന്റെയും മൊബൈൽ നോക്കുന്നതിനും ഒരു പരിധിയുണ്ട്. കാരണം നമ്മുടെ ഐക്ക് ഒരു പരിധിക്ക് മുകളിൽ സ്ട്രെസ് താങ്ങാൻ പറ്റില്ല. എങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ടയർഡ് ആയിരിക്കും, നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരും. 2, ഏത് കറണ്ട് അഫെയർ എവിടെ വെച്ചിരിക്കുന്ന ഡൗട്ട് വരും. അതുകൊണ്ട് എഴുതുക. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുള്ള എഴുതുന്നതിൽ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ അത് 1000 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും, എല്ലാം ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പും ഇത് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാം അതിന്റെ ഗുണങ്ങളാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഫോളോ ചെയ്യാം. ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ കറണ്ട് അഫെയറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആൻഡ് അതർ സ്പേസ് മിഷൻസ്. അവിടെ നമ്മൾ സാറ്റലൈറ്റ് കണ്ടില്ലേ, അപ്പൊ അതിൽ വേറെ എന്തെങ്കിലും സ്പേസ് മിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു റോക്കറ്റ് ഒരു സംഭവം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മിഷൻ ആക്സിയം 4. ഓക്കെ, ആ മിഷൻ ആക്സിയം 4നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയി ക്വസ്റ്റ്യനും വന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട PYQ കൂടി ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ന്യൂസ് ആർട്ടിക്കിൾ നോക്കാം. നമ്മുടെ 2 ക്രൂ മെമ്പേഴ്സിന് ആക്സിയം 4 എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ ഉണ്ട്. അത് ISSക്ക് ഉള്ളതാണ്.
ഇവിടെ 2-3 വാക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ആക്സിയോം 4. ആക്സിയോം എന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രൈവറ്റ് മിഷൻ ആണോ? അതെ, പ്രൈവറ്റ് മിഷൻ ആണ്. പ്രൈവറ്റ് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയാണ് അയക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ISRO അയക്കുന്നു എന്ന് വിചാരിക്കൂ, അത് പ്രൈവറ്റ് മിഷൻ അല്ല, അത് ഇന്ത്യയുടെ മിഷനാണ്, ഗവൺമെന്റിന്റെ മിഷനാണ്. അതേപോലെ US ഇതേ ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നാസ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, ഈ നാസയാണ് അവിടെ ഈ റോക്കറ്റ് അയക്കുന്നതും സാറ്റലൈറ്റ് അയക്കുന്നതും മിഷൻസ് അയക്കുന്നതും എല്ലാം ചെയ്യുക. ഓക്കെ, പക്ഷെ ഇലോൺ മസ്കിന്റെ വരവോടുകൂടി ഇതിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് റോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു കമ്പനിയുടെ പേരാണ് ആക്സിയോം 4. ഈ ആക്സിയോം 4ന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശ ടൂറിസമാണ് ലക്ഷ്യം. ബഹിരാകാശ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോകുന്നു, ഇപ്പൊ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, അതേപോലെ ഗോവ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ട്രിപ്പ് പോകില്ലേ? നമ്മൾ അങ്ങോട്ടൊക്കെ ട്രിപ്പ് പോകും. അപ്പോൾ വലിയ വലിയ പണക്കാരാകുമ്പോൾ അവർ എങ്ങോട്ട് ട്രിപ്പ് പോകും? ബഹിരാകാശത്തേക്ക് ട്രിപ്പ് പോകും. ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രിപ്പ് തുടങ്ങിയോ സാർ? തുടങ്ങി. ഓക്കെ, ഒരുപാട് പേര് അങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആമസോണിന്റെ ഹെഡ് പോയി. ഓക്കെ, പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4-5 സിംഗേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് വുമൺ സിംഗേഴ്സ് അവരൊക്കെ പോയിട്ടുണ്ട്. ഷക്കീറൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ അല്ലെ, ഷക്കീർ അല്ല, ബിയോൺസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിയോൺസ് പോയൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിച്ച് എന്താ പറയാ മണ്ട ഇതാക്കണ്ട. ഓക്കെ, സോ സംഭവം എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവർക്ക് ബഹിരാകാശത്തേക്ക് ടൂറിസം നടത്തണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന മിഷനാണ് ആക്സിയം മിഷൻ. അപ്പൊ ആക്സിയം 4 ആണെങ്കിൽ എത്ര എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും? 3 എണ്ണം. ഓക്കെ, ആക്സിയം 1, ആക്സിയം 2, ആക്സിയം 3, ആക്സിയം 4. സാർ, അപ്പൊ 1, 2, 3 ഇമ്പോർട്ടന്റ് ആവാതെ എന്തുകൊണ്ടാണ് 4 മാത്രം ഇമ്പോർട്ടന്റ് ആയത്? അതിനാണ് ISRO. ഓക്കെ, അപ്പൊ ISRO ഇവിടെ നിന്ന് 2 പേരെ ഈ ആക്സിയോ മിഷനിലേക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഈ അയച്ചു കൊടുത്ത 2 പേരുടെ പേരാണ്, ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ആ മലയാളി. യെസ്. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭാംശു ശുക്ല. ഓക്കെ, ഈ 2 പേരെയാണ് അങ്ങോട്ട് അയച്ചത്. എന്തിനാ സാർ അയക്കുന്നത്? നമുക്ക് ഗഗൻയാൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്. ഓക്കെ, ആ മിഷനിൽ നമ്മൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതായിരിക്കും. അപ്പൊ അതിലുള്ള ആളുകളാണ് ഈ 2 പേർ. മൊത്തം 4 പേരൊക്കെ ഉണ്ട്. അതിലുള്ള ആളുകളാണ് 2 പേർ. ഈ 2 ക്രൂ മെമ്പേഴ്സിനെ ആദ്യം ഞങ്ങളൊന്ന് ബഹിരാകാശത്ത് പോയി പരിശീലിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ആക്സിയോം 4 മിഷന്റെ കൂടെ അയച്ചു കൊടുത്തു. ഓക്കെ, കാരണം സാധാരണഗതിയിൽ ആക്സിയോം മിഷൻസ് പോകുന്നത് ബഹിരാകാശത്തേക്കാണെങ്കിൽ ഇപ്രാവശ്യം അവർ പോകുന്നത് ISS ആണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എന്താണ് സാർ, ബഹിരാകാശവും ISS തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി. ഓക്കെ, നിങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലോട്ട് പോയി. അപ്പൊ സെക്രട്ടേറിയറ്റ് ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. തിരുവനന്തപുരം എവിടെ വേണമെങ്കിലും പോവാം. അതായത് ജസ്റ്റ് കൊല്ലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരമായി. പക്ഷെ സെക്രട്ടേറിയറ്റ് എത്തണമെങ്കിൽ സെക്രട്ടേറിയറ്റ് എത്തന്നെ വേണം. ഓക്കെ, എന്താ ഇയാളെ പറയുന്നത്? അതായത് സ്പേസിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ പോയാൽ മതി. ഓക്കെ, പക്ഷേ ആ സ്പേസിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ടാണ് ഈ നമ്മൾ യാത്ര പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്താ പറയുക വിശ്രമിക്കണം, ഒരു ചായയൊക്കെ കുടിക്കണം, പിന്നെന്താ ചെയ്യുക, ഓക്കെ ഫുഡൊക്കെ കഴിക്കണം, ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ച് നിർത്തും. ഓക്കെ അല്ലേ? അപ്പൊ സ്പേസിൽ ഇങ്ങനെ ദീർഘദൂര യാത്ര പോകുമ്പോൾ നമുക്ക് ഇടയിൽ പോയിട്ട് ചായ കുടിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെ ഒന്നും ഇരിക്കണ്ടേ? ആ ഇരിക്കാനുള്ള സ്ഥലത്തിന്റെ പേരാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ അതിന്റെ ഗുണം എന്താ? ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ, ഇന്റർനാഷണൽ ആണ്, എല്ലാവർക്കും പോകാം. അപ്പൊ ഇപ്രാവശ്യം ഇതിലോട്ടാണ് ആക്സിയം 4 മിഷൻ പോയിരിക്കുന്നത്. എങ്കിൽ നമ്മുടെ ഗഗൻയാൻ പദ്ധതിക്കുള്ള 2 പേരെ നമ്മൾ അതിലോട്ട് അയച്ചു. അതിൽ ഒരാൾ സെലക്ട് ആയവരുടെ പേരാണ് ശുഭാംശു ശുക്ല. അങ്ങനെ അദ്ദേഹം എങ്ങോട്ട് പോയി? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ആര് മാറി? ശുഭാംശു ശുക്ല മാറി. ഇത്രയും കാര്യം ഓക്കെയാണോ? അപ്പൊ നമുക്ക് ആക്സിയം മിഷന്റെ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ആക്സിയം മിഷൻ 4 ബ്രിഡ്ജിങ് സ്പേസ് സയൻസ് ആൻഡ് എവറിഡേ ലൈഫ് എന്ന് വെച്ചാൽ ഇതേപോലൊരു എന്താ പറയാ പേടകമാണ് ഉണ്ടാവുക. ഈ പേടകത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കുന്നൊക്കെ ഇരിക്കാൻ പോകുന്നത്. ഈ പേടകത്തിലാണ് ഈ ആക്സിയം മിഷൻ 4 ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് അവര് ഇവിടെ നിന്ന് ഒരു റോക്കറ്റില് ഓക്കെ എങ്ങോട്ട് പോകും? സ്പേസിലോട്ട് പോകും.
സ്പേസിലോട്ട് പോയതിനു ശേഷം അവർക്കൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യണ്ടേ, ആ റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തിന്റെ പേരാണ് ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ ആക്സിയം 4 മിഷന്റെ ടാഗ് ലൈൻ എന്താ? ബ്രിഡ്ജിങ് സ്പേസ് സയൻസ് ആൻഡ് എവറിഡേ ലൈഫ്. അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യാം? സ്പേസിലോട്ട് പോകാം. അപ്പൊ സ്പേസിലോട്ട് പോകാന്ന് പറയുന്നത് ഇപ്പൊ ഒരു വലിയ സംഭവമായിട്ട് മാറില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പോകാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സ്പേസ് മിഷനെ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുക? ജനകീയമാക്കുക എന്നൊരു ലക്ഷ്യമുള്ള ഒരു കമ്പനിയാണ് ആക്സിയം. അതിന്റെ 4ാമത്തെ മിഷനാണ് ആക്സിയം 4 മിഷൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇത് എപ്പോഴാണ് നടന്നത്? 2025 ജൂൺ 25-നാണ് ആക്സിയം 4 മിഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ ബഹിരാകാശത്തോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ISS, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 2 ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്ക്? US-ലേക്ക്. എന്തിനു വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്? ഈ മിഷനിൽ പോകാൻ വേണ്ടിയിട്ട്. ആരൊക്കെയായിരുന്നു അവർ? ഒന്ന് ശുഭാംശു ശുക്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശുഭാംശു ശുക്ല എവിടെ എത്തി? ബഹിരാകാശത്തെത്തി. രണ്ടാമത്തെ ആള് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, പുള്ളി അവിടെ എത്തിയില്ല. 2 പേരെ സെലക്ട് ചെയ്തു, ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആക്സിയം 4 ദൗത്യം എന്ന് വെച്ചാൽ എന്താ പറയാ? ആക്സിയം മിഷൻ എന്നുള്ളത് ISS-ലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ്. അപ്പൊ ഇത് ഗവൺമെന്റ് സ്പോൺസർഡ് ആണോ? അതായത് ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണോ? അതെ. അപ്പൊ ഈ പ്രൈവറ്റ് ഓർഗനൈസേഷന് സ്വന്തമായിട്ട് ഈ പരിപാടി നടത്താനുള്ള അത്രയും കപ്പാസിറ്റി ഉണ്ടാവുമോ? ഇപ്പൊ ആയിട്ടില്ലല്ലോ. അപ്പൊ ആര് ഹെൽപ്പ് ചെയ്യണം? നാസ ഹെൽപ്പ് തന്നെ വേണം. അപ്പൊ നാസയും ആക്സിയം സ്പേസ് US അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബഹിരാകാശ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും സ്പേസ് ക്രൂ ഡ്രാഗൺ, അതായത് നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും നാസയും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു മിഷന്റെ പേരാണ് ആക്സിയം 4 മിഷൻ. അപ്പോ ആക്സിയം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഒന്നുകൂടി എന്റെ കൂടെ. ആക്സിയം മിഷൻ എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, ആക്സിയം സ്പേസ് കമ്പനി എന്ത് ചെയ്യുന്നു? നടത്തുന്നു. എന്തിനാ നടത്തുന്നത്? ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്ര. പൈസയുള്ള ആർക്കും പോകാവുന്നതാണ്. നമ്പർ 2, സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആര് വന്നു? ഇലോൺ മസ്ക് വന്നു. നമ്പർ 3, ഇത് അയക്കണ്ടേ? അയക്കാൻ ഒരു സ്പേസ് വേണ്ടേ? അത് ആര് കൊടുക്കുന്നതായിരിക്കും? നാസ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നാസയും സ്പേസ് എക്സും ആക്സിയം മിഷനും ആക്സിയം സ്പേസും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു സീരീസ് ഓഫ് മിഷന്റെ പേരാണ് ആക്സിയം സീരീസ്. അതിൽ എത്രാമത്തെ നടന്നിരിക്കുന്നത്? 4ാമത്തെ. ഈ 4ാമത്തെ നമുക്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താ? നമ്മുടെ 2 ക്യാപ്റ്റന്മാർ അതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ശുഭാംശു ശുക്ല എങ്ങോട്ട് പോകുകയും ചെയ്തു? ബഹിരാകാശത്തോട്ട് പോകുകയും ചെയ്തു. അല്ലേ? അപ്പൊ ഇങ്ങനെയെങ്കിൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നിന്ന് ISS ഇപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് എന്താ ആളുകൾ കൊണ്ടുവരണം. അവിടെ കൊണ്ട് വിട്ടാൽ മാത്രം പോരല്ലോ, തിരിച്ചു കൊണ്ടുവരണ്ടേ? അങ്ങനെ തിരിച്ചും കൊണ്ടുവരാനുള്ള ഒരു പേടകമാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനരുപയോഗിക്കാവുന്നവ. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അത് പിന്നെ കഴിഞ്ഞു. സാധാരണ ഒരു റോക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ റോക്കറ്റിന് ഒരുപാട് ഭാഗം എന്ത് ചെയ്യുന്നതായിരിക്കും? കത്തിത്തീരുന്നതായിരിക്കും. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനോ സ്പേസിൽ സ്പേസിൽ നിന്ന് കൊണ്ടുവരാനോ ഒന്നും പറ്റുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇലോൺ മസ്ക് എന്ത് ചെയ്തു? നോ പ്രോബ്ലം, ഞാൻ എന്ത് ചെയ്യും? സ്പേസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പുനരുപയോഗിക്കാവുന്ന ഒരു ബഹിരാകാശ പേടകമായിട്ട് എന്തിനെ മാറ്റി? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണെ മാറ്റി. ആ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിൽ ഒരുപാട് റോക്കറ്റ് ഉണ്ട്. ഫാൽക്കൺ 1, ഫാൽക്കൺ 9, ഫാൽക്കൺ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലേ? ആ ക്രൂ ഡ്രാഗന്റെ ഭാഗമായിട്ടുള്ള ഒരു റോക്കറ്റിലാണ് ഇവർ എങ്ങോട്ട് പോകുന്നത്? ISS-ലേക്ക് പോകുന്നത്. ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സാർ ഇതാകെ എന്താ സോളാർ പാനൽ വെച്ച പോലെ ഉണ്ട്. ഇതിന്റെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയാണ് അവർ റെസ്റ്റ് എടുക്കുക, ചായ കുടിക്കുക എല്ലാം വേണ്ടി ചെയ്യാൻ പോകുന്നത്. അല്ലേ? അപ്പൊ ആക്സിയം മിഷൻ 1, 2, 3. അതിനുശേഷം എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? നാസ. അപ്പൊ ആരൊക്കെ ഉണ്ട് ഞാൻ പഠിപ്പിച്ചത്? 1 ആക്സിയം സ്പേസ്, 2 എന്താ പറയാ സ്പേസ് എക്സ്, 3ാമത്തെ നാസ. ഇവര് 3 പേരും കൂടി ചേർന്ന് നടക്കുന്ന 4ാമത്തെ ഏതാണ്? പറക്കലാണ്. 4ാമത്തെ ദൗത്യമാണ് ആക്സിയം 4. എന്തൊക്കെയാണ് പ്രധാന സവിശേഷത? ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന എത്രാമത്തെ ഇന്ത്യക്കാരനായിട്ട് മാറി? 2ാമത്തെ. അപ്പൊ ആദ്യത്തെ ആളാരാ? രാകേഷ് ശർമ്മ.
ഏത് വർഷ 1984. അപ്പൊ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തി. എത്തിയ ആളുടെ പേരാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ബഹിരാകാശത്തെത്തുന്നത്. പക്ഷെ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ISS എത്തുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ പേരാണ് ശുഭാംശു ശുക്ല. അല്ലേ? ഇത് കൂടാതെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന, ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന, നാസ ഗവൺമെന്റ് ആണ് സാർ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന എന്താ പറയാ ഫ്ലൈറ്റില് ISSലേക്ക് ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ 3 രാജ്യങ്ങളുടെ പ്രതിനിധികൾ 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. അല്ലേ? അപ്പൊ ആരൊക്കെയുണ്ട്? ഇന്ത്യ, പോളണ്ട്, ഹംഗറി. അതെന്താ ഈ ഇന്ത്യ, പോളണ്ട്, ഹംഗറി വരാനുള്ള കാരണം? ക്രൂവിലാകെ 4 പേരാ ഉള്ളത്. ഒരാളുടെ പേര് പെഗ്ഗി വിസ്റ്റൺ, അത് USA എന്നുള്ള ആളാണ്. രണ്ടാമത്തെ ശുഭാംശു ശുക്ല, അത് ഇന്ത്യക്കാരനാണ്. മൂന്നാമത്തെ പോളണ്ടിലുള്ള ഷോൾസ്റ്റോസ് ഉസെൻസ്കി വിസ്നെസ്കി. എന്റെ അമ്മ കട്ടി പേരാണല്ലോ, പഠിക്കണം കേട്ടാ. ഷോൾവോസ് ഉസെൻസ്കി വിസ്നെസ്കി. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടിബോർ കാബു, അവര് ഹംഗറി എന്നുള്ള ആളാണ്. അല്ലേ? ശുഭാംശു ശുക്ലയാണ് ഇതിനെ പൈലറ്റ് ചെയ്യുന്ന ഓടിക്കുക. അത് നോക്കാം. USA ഉള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് മിഷൻ ഹെഡ്, മിഷന് നേതൃത്വം നൽകുക. അപ്പൊ മൊത്തം എത്ര പേരുണ്ട്? 4 പേര്. അപ്പൊ ക്രൂവിന്റെ ഹെഡ് ആരാ? പെഗ്ഗി വിറ്റ്സൺ. അവർ ഏത് രാജ്യക്കാരിയാ? US. അല്ലേ? മിഷൻ സ്പെഷ്യലിസ്റ്റ് ആരാ? ടിബോർ കാബു. അവരെവിടെയുള്ള ആളാരാ? ഹംഗറി ഉള്ളവരാണ്. മിഷൻ പൈലറ്റ് ചെയ്യുന്ന ആളാരാ? ശുഭാംശു ശുക്ല. അവരെവിടെ നിന്നുള്ളവരാ? ഇന്ത്യ എന്നുള്ളവരാണ്. പിന്നെ നാലാമത്തെ ആളാരാ? ഷോവർ സൂസൻസ്കി വിസ്നെസ്കി. അവരെവിടെ നിന്നുള്ളതാ? പോളണ്ടില്. അപ്പൊ US അല്ലാതെ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ 3 രാജ്യങ്ങളില്ലേ? ഈ 3 രാജ്യങ്ങളിലെ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്ന 3 രാജ്യങ്ങളിലെ ആളുകൾ ISSലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു വാഹനത്തില്, ഒരു ഫ്ലൈറ്റില് എത്തുന്നത് ഇതെപ്പോഴാണ്? ഇത് ആദ്യമായിട്ടാണ്, ഏകദേശം 40 വർഷത്തിന് ശേഷം. കാരണം 41 വർഷങ്ങൾക്ക് മുമ്പ് ആര് പോയിട്ടുണ്ടായിരുന്നു? നമ്മുടെ രാകേഷ് ശർമ്മ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യം അല്ലേ? അപ്പൊ എന്താണ് ഈ ആക്സിയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഒന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബഹിരാകാശ ടൂറിസം എന്ത് ചെയ്യാം? വളർത്തുക. പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. സ്വകാര്യ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. ഇനി ഗവൺമെന്റ് മാത്രമല്ല, പ്രൈവറ്റും പോയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? ഗവേഷണം നടത്തുന്നതായിരിക്കും. അല്ലേ? സോ സയൻസ് ആൻഡ് ബിസിനസ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹിരാകാശ നിലയങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ യൂസേജ് നടത്തുക. ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ US മാത്രമല്ലല്ലോ, പോളണ്ട് ആളെ വിളിച്ചില്ലേ? അല്ലേ? അതേപോലെ ഇന്ത്യൻ ആളെ വിളിച്ചില്ലേ? ഹംഗറി ആളെ വിളിച്ചില്ലേ? അപ്പൊ ബഹിരാകാശ സഹകരണം എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക. അവിടെ പോയിട്ട് എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത്? 1 മെറ്റീരിയൽ സയൻസ്, 2 ബയോളജി, 3 ഭൂമി നിരീക്ഷണം, 4 ജീവശാസ്ത്രം അല്ലേ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോ ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യുക? ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. അപ്പൊ അടുത്ത പ്രശ്നം എന്താണ് സാർ? മൈക്രോ ഗ്രാവിറ്റി. ഇപ്പോ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഗുരുത്വാകർഷണ ബലം ഇല്ല എന്ന് വിചാരിക്കും, നമ്മളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും? പറന്ന് നടക്കുന്നതായിരിക്കും. എന്നാലും നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇവര് പറന്ന് നടക്കുന്നതായിരിക്കും. പക്ഷെ എന്തുണ്ടാവും? ചെറിയൊരു ഗ്രാവിറ്റി ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ഗ്രാവിറ്റി. ഇത്രയും കാര്യം അല്ലേ? അതെ. ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ ഗഗൻയാൻ ദൗത്യത്തിന് കുറച്ചുകൂടി ബെറ്റർമെന്റ് ആയില്ലേ? അപ്പോ നമുക്ക് ഒരു 10 നിർണായക പരീക്ഷണം നടത്തേണ്ട കാര്യമുണ്ട്. ഒന്ന് മൈക്രോ ഗ്രാവിറ്റിയിൽ അവിടെ പോയിട്ട് എങ്ങനെ നിൽക്കുക, എങ്ങനെ നടക്കുക എന്നൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? മൈക്രോ ഗ്രാവിറ്റി എന്നുള്ളപ്പോൾ നമ്മൾ നോക്കിയതല്ലേ. 2 വിത്ത് വളർച്ച. ഇനി ബഹിരാകാശത്ത് വിത്ത് വളർച്ച നമുക്ക് നോക്കണം. അടുത്തത് ട്രാൻഡിഗ്രേഡ് പഠനങ്ങൾ, മറ്റു പഠനങ്ങൾ. ഇതൊക്കെ നടക്കുമ്പോൾ ISROയ്ക്കും നാസയും കൂടി എന്ത് ചെയ്യാൻ പറ്റും? സഹകരിക്കാൻ പറ്റും. അപ്പൊ ഇതിലൂടെ ഒരു ഇന്ത്യ US ബഹിരാകാശ സഹകരണം എന്ത് ചെയ്യുന്നതാണ്? വരുന്നതാണ്. അപ്പൊ അവിടേക്ക് വിത്ത് അയക്കണ്ടേ? അപ്പൊ കേരള കാർഷിക സർവകലാശാലയും അല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പെയിൻ സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി ചേർന്നിട്ട് വിത്തിനങ്ങൾ എന്ത് ചെയ്തു? കൊടുത്തു. ഏതിൽ കൊടുത്തു? ഈ ആക്സിയം ദൗത്യത്തിൽ കൊടുത്തു. കാരണം ഗഗൻയാന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണത്. ആ വിത്തിനങ്ങളുടെ പേരെന്താ? നെല്ല്,
നെല്ലിന്റെ പേര് ജ്യോതി ഉമ. കുതിരപ്പയർ മുതിര എന്ന് പറയും. ഓക്കെ അല്ലേ? അതിന്റെ പേര് കനകമണി. എള്ള്, തിലക്കത്തറ, വഴുതിന, സൂര്യ, തക്കാളി, വെള്ളായണി വിജയ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു? നെല്ലയച്ചു, കുതിരപ്പയർ മുതിര എന്ന് പറയും, എള്ള്, വഴുതിന, തക്കാളി. പേരെന്തൊക്കെയാ? നെല്ലിന്റെ ജ്യോതി ഉമ, കുതിരപ്പയറിന്റെ കനകമണി, എള്ളിന്റെ തിലക്കത്തറ, വഴുതിനയുടെ സൂര്യ, തക്കാളിയുടെ വെള്ളായണി വിജയ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ, ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതാരാ ഡെവലപ്പ് ചെയ്തത്? കേരള കാർഷിക സർവകലാശാലയും കൂടെ ആരാ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ, ഇത്രയും കാര്യമൊക്കെ ആണെങ്കിൽ ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഗഗൻയാൻ ക്രൂവിന് പരിശീലനം കിട്ടിയില്ലേ? രണ്ടുപേര് പരിശീലിച്ചു, ഒരാളാണ് പോയെങ്കിലും. അപ്പൊ നമുക്ക് ഗഗൻയാൻ ദൗത്യത്തിന്റെ വിജയ സാധ്യത വർദ്ധിച്ചില്ലേ? അതെ. ഭാവിയിലെ ബഹിരാകാശ നിലയങ്ങളിൽ ഇന്ത്യ എന്താവും? ഒരു പ്രധാന പങ്കാളിയായി മാറ്റില്ലേ? ഇന്ത്യയും നാസയും തമ്മിലുള്ള ദോസ്തി എന്തായി? ബെറ്റർ ആയില്ലേ? ഓക്കെ അല്ലെ? ജ്യോതിർ ജീവശാസ്ത്ര ഗവേഷകത്തിൽ പുരോഗതി വളർത്തി. അതായത് സ്പേസിൽ എന്ത് ചെയ്തു? നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയി. അതൊക്കെ നമുക്ക് ആവാൻ പറ്റിയില്ലേ? ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള കാര്യം? ക്രൂ ഡ്രാഗൺ C213 C213യുടെ ആദ്യ പറക്കലാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലെ? ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ 5ാമത്തെയും അവസാനത്തെയും പറക്കലാണ്. അപ്പൊ എന്താണ് സാർ ഈ സംഭവം എന്ന് പറയുന്നത്? അതായത് ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റോക്കറ്റ് സീരീസ് ഉണ്ട്. ഈ റോക്കറ്റ് സീരീസ് കെന്നഡി സ്പേസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാസയുടെ ഒരു സ്ഥാപനമുണ്ട്. ഓക്കെ, അവിടെ LC-39A എന്ന് പറഞ്ഞിട്ട് ഒരു ലോഞ്ചിങ് സൈറ്റ് ഉണ്ട്. ആ ലോഞ്ചിങ് സൈറ്റിൽ ബ്ലോക്ക് 5 ഉണ്ട്. ഡെയിലി അവർ റോക്കറ്റ് എവിടേക്കെങ്കിലും അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലെ? ആ ബ്ലോക്ക് 5ൽ നിന്ന് ഫാൽക്കൺ 9 വിക്ഷേപിക്കും. ഫാൽക്കൺ 9 എന്ന് പറയുന്നത് ഈ ക്രൂ ഡ്രാഗൺ, ഫാൽക്കൺ 9 ഒരു റോക്കറ്റ് ആണ്. അപ്പൊ അതില് ക്രൂ ഡ്രാഗൺ C213 ഓക്കെ എന്നൊരു സീരീസ് ഉണ്ട്. ആ സീരീസിന്റെ ഫസ്റ്റ് പറക്കലാണ്. ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്താ? ഒരു എന്താ പറയാ, ഒരു എന്താണ്, ക്ലോസ്ഡ് സംഭവം ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു കലം പോലെ ഒരു സാധനം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം ഉണ്ടായത് ഇതൊക്കെ ഇത് കാണുന്നില്ല, ഒരു കലം, ഒരു എന്താ പറയാ, ഒരു ഇതിനെ വിളിക്കുന്നവരാണ് ക്യാപ്സ്യൂൾ. അപ്പൊ ആ ക്യാപ്സ്യൂൾ ഇതിൽ അവിടെ കാണുന്നില്ലേ? സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കാണുമല്ലോ. ഓക്കെ അല്ലെ? ചെറുതായി കാണുന്നുണ്ട് ഇവിടെ, സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കാണുന്നുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ഏതാ ഉള്ളത്? ഓക്കെ, 1 സെക്കൻഡ്. ഈ ക്യാപ്സ്യൂൾ ആണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ. അത് 5ാമത്തെ പ്രാവശ്യമാണ് അവിടേക്ക് പോകുന്നത്. അതിനുശേഷം ക്യാപ്സ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? മാറ്റുന്നതായിരിക്കും. എന്നാൽ ആളുകൾക്ക് സുരക്ഷ ഉണ്ടാവുള്ളൂ. റോക്കറ്റ് ഏതാ? ഫാൽക്കൺ 9 ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്? ക്രൂ ഡ്രാഗൺ C213 ആണ്. ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ 5ാമത്തെയും അവസാനത്തെയും എന്താണ്? പറക്കലാണ്. ക്രൂ ഡ്രാഗൺ C113ന്റെ ആദ്യ പറക്കലാണ്. ഇത് വിക്ഷേപിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കെന്നഡി സ്പേസ് സെന്റർ ആണ്, നാസയുടെ കേന്ദ്രമാണ്. അവിടെ LC-39A ഉണ്ട്. അതാണ് വിക്ഷേപണ സൈറ്റ്. ആ സൈറ്റിൽ ബ്ലോക്ക് 5 ഉണ്ട്. അതിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും? പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് സ്പേസ് എക്സ് ഉണ്ടാക്കിയതാണ്. അതേപോലെ 2 ഘട്ടമുള്ള റോക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ 2 ഘട്ടം നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ വിഷുവിന് റോക്കറ്റ് കത്തിക്കും. ഓക്കെ അല്ലെ? ആ റോക്കറ്റ് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ മുകളിലേക്ക് പോകും, പൊട്ടും. അപ്പൊ ഒരു ഘട്ടം എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ പുതിയ പടക്കങ്ങളൊക്കെ വരികയല്ലേ? അപ്പൊ റോക്കറ്റ് നമ്മൾ കത്തിച്ചു, മുകളിലേക്ക് പോയി, ചിലപ്പോൾ 2 വട്ടം പൊട്ടും, ചിലപ്പോൾ 3 വട്ടം പൊട്ടും, ചിലപ്പോൾ 4 ഉണ്ടാവും, 9 വട്ടം പൊട്ടുന്നതൊക്കെ നമുക്ക് പുതിയതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? എങ്കിൽ ഈ റോക്കറ്റിന് 2 വട്ടമാണ് ഘട്ടമുള്ളത്. 2 പ്രാവശ്യമാണ് ഘട്ടമുള്ളത്. അപ്പൊ റോക്കറ്റ് നമ്മൾ എന്ത് നിറക്കണം? എന്താണ്? വെടിമരുന്ന് നിറക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കത്തിക്കണം. സെയിം പ്രോസസ് തന്നെയാണ് പറയാൻ പോകുന്നത്. വെടിമരുന്നിന് പകരം അത് ഹൈഡ്രജൻ, ഹീലിയം, ലിക്വിഡ് നൈട്രജൻ ഒക്കെ നിറയ്ക്കുക. അത് നിറച്ചു, കത്തിച്ചു. ഓക്കെ, അങ്ങനെ കത്തിച്ച മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്തിലെ വെടിമരുന്ന് കത്തിക്കഴിഞ്ഞു, ലിക്വിഡ് ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് താഴേക്ക് വരും, 1ാം ഘട്ടം. അപ്പൊ അടുത്ത് കത്തും. അത് കത്തിയിട്ട് അത് എങ്ങോട്ട് പോകുന്നതായിരിക്കും? IS വരെ പോകുന്നതായിരിക്കും. അപ്പൊ മൊത്തം ISS വരെ പോകാൻ വേണ്ടിയിട്ട് ഫാൽക്കൺ 9 എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടമുള്ള റോക്കറ്റാണ്. പുനരുപയോഗിക്കാൻ പറ്റുമോ? പുനരുപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വീണ്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ വിഷുവിന് പടക്കം കത്തിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല.
പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പടക്കം മുകളിൽ പോകുന്നു, പൊട്ടുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വെടിമരുന്ന് ഇറക്കുക, അടുത്ത വിഷുവിന് വീണ്ടും കത്തിക്കുക, മോളിൽ പോകുന്നു, പൊട്ടുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും വെടിമരുന്ന് ഇറക്കുക, കത്തിക്കുക, മോളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങിയാൽ പോരെ? കുറെ കാലം ഉപയോഗിച്ചില്ലേ? അതിന്റെ പേരാണ് പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ്. അത് പ്രധാനമായിട്ട് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് സ്പേസ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ ഓർബിറ്റൽ ക്ലാസ് പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട റോക്കറ്റിന്റെ പേരാണ് ഫാൽക്കൺ 9. ഓക്കെ, ഇതുകൊണ്ട് റോക്കറ്റിന്റെ ചെലവ് എന്ത് ചെയ്യുന്നതായിരിക്കും? കുറയുന്നതായിരിക്കും. അപ്പൊ ബഹിരാകാശത്തേക്ക് പോകുന്ന ചെലവ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ചെലവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പോകാൻ പറ്റില്ലേ? അപ്പൊ മുമ്പ് എന്താ ആളുകൾക്ക് പോവാം ഇത്രയും ഈസി ആയിട്ട് ടൂറിസ്റ്റ് ഒന്നും വരാതിരിക്കാനുള്ള കാരണം മനസ്സിലായോ? മുമ്പ് ഒരു പ്രാവശ്യം റോക്കറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഇലോൺ മസ്ക് വന്നപ്പോ സ്പേസ് എക്സ് എന്ത് പറഞ്ഞ്, ഇഷ്ടം പോലെ കത്തിച്ചോ, വെടിമരുന്ന് നിറച്ചാൽ മതി. ഓക്കെ, ഒരു പ്രത്യേക സമയം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ ചെലവ് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? പൈസ ഉള്ളവന് പോകാനുള്ള സിറ്റുവേഷൻ ആയി. ഇത്രയും കാര്യം ഓക്കെയാണ്? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ PYQ ചെയ്താലോ? PYQ ആണ്, HST മാക്സ് 2025 വന്നതാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. മിഷൻ ആക്സിയോം 4 കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്പർ 1, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രജ്ഞനാണ് ശുഭാൻഷു ശുക്ല. ശരിയല്ലേ? അതെ. ISS എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് ശുഭാൻഷു ശുക്ല. അത് ശരിയാണ്. ഓക്കെ, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രക്കാരനല്ല ശുഭാൻഷു ശുക്ല. അതാരാണ്? രാകേഷ് ശർമ്മയാണ്. ഓക്കെ, പക്ഷെ ISS എത്തിയ ആദ്യത്തെ ആളാരാ? ശുഭാൻഷു ശുക്ല തന്നെയാണ്. അപ്പൊ അത് ശരിയാണ്. നമ്പർ 2, കേരള കാർഷിക സർവകലാശാലയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ ദൗത്യത്തിൽ എന്ത് ചെയ്യുന്നായിരുന്നു? വഹിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആ വിത്തിന്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം. നെല്ല് ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, മുതിരപ്പയർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് ശരിയല്ലേ? അപ്പൊ തെറ്റായതല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ 1ഉം 2ഉം എന്തായി? ശരിയായി. ഇന്ത്യ, USA, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ആക്സ് 4 ക്രൂവിൽ ഉൾപ്പെടുന്നു. അല്ലല്ലോ, ഇന്ത്യ ഉണ്ട്, US ഉണ്ട്, ഫ്രാൻസും ജർമ്മനിയാണോ? അല്ല, ഇന്ത്യ, USA ഉണ്ട്, പിന്നെ ആരൊക്കെയാ? പോളണ്ട്, ഹംഗറി. ഈ 4 പേരാണ് ഉള്ളത്. അപ്പൊ മൂന്നാമത്തെ തെറ്റിയില്ലേ? അപ്പൊ തെറ്റിയതല്ല നമുക്ക് വേണ്ടത്. 1 കിട്ടി, 3, 4. നാസ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്നതും 2 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് ഫാൽക്കൺ. അപ്പൊ എന്റെ ചോദ്യം, ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയേറിയ ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റുകളിൽ ഒന്നാണോ? അതെ. ഓക്കെ, 2 ഘട്ടമാണോ ഉള്ളത്? അതെ. അതല്ലേ പറഞ്ഞ് 2 വർഷം കത്തിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ അല്ലെ? എങ്കിൽ അത് നാസയാണോ രൂപകൽപ്പന ചെയ്തത്, അതോ നമ്മുടെ സ്പേസ് എക്സ് ആണോ? സ്പേസ് എക്സ് ആണ്. അത് മാത്രമേ അതിൽ തെറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 4 എങ്ങനെയാ ശരിയാക്കേണ്ടത്? സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്നതും 2 ഘട്ടങ്ങളുമായുള്ള റോക്കറ്റാണ് ഫാൽക്കൺ 9. ഓക്കെ, അതാണ് 4 ശരിയാക്കാൻ വേണ്ടി ഉള്ളത്. 2 ഇന്ത്യ, USA, പോളണ്ട് ആൻഡ് ഹംഗറി. ഓക്കെ എന്നാണ് മാറ്റേണ്ടത്. അപ്പൊ 3ഉം 4ഉം തെറ്റാണ്. 3ഉം 4ഉം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കാര്യം കിട്ടി. ശരിയല്ലാത്തത് ഏത്? അപ്പൊ ഓപ്ഷൻ ബി ഉണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോട്ടെ. ഓപ്ഷൻ ബി ഉണ്ട്. ഓപ്ഷൻ ബിയിൽ എന്തുണ്ട്? ആക്ച്വലി 3ഉം 4ഉം തെറ്റുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് വരിക? ആൻസർ വരിക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ട്രാൻഡറി ഗ്രേഡുകൾ എന്ന് വെച്ചാൽ ജലക്കരടി എന്ന് പറയും. എന്റെ അമ്മ, ഇതെന്താ വലിയ എന്തെങ്കിലും കരടിയാണോ എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ബഹിരാകാശത്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ സ്യൂട്ടൊക്കെ ഇടും. ഓക്കെ അല്ലേ? നമ്മുടെ ഭൂമിയിലെ ജീവികൾക്കൊന്നും ബഹിരാകാശത്ത് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ട്രാൻഡറി ഗ്രേഡ് തിരുത്തി 2007 ഒരു പ്രോബ്ലം വന്നു. അപ്പോ ബഹിരാകാശത്തേക്ക് കുറച്ച് സാധനങ്ങൾ ലീക്ക് ആയി പോയി. ഓക്കെ, ആ പ്രശ്നം വരും, ISLൊക്കെ ഇഷ്യൂ വരും. അങ്ങനെയൊക്കെ പ്രശ്നം വന്ന സമയത്ത് ഈ ട്രാൻഡറി ഗ്രേഡ് ബഹിരാകാശത്ത് ഫ്രീ ആയി നടക്കുകയാണ്. ഒന്ന് നിങ്ങൾക്ക് അറിയാം, ബഹിരാകാശത്ത് എയർ ഇല്ല. ഓക്കെ, ഒന്നുമില്ല. നമ്മൾ എങ്ങനെ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? മരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ സാധനം മരിക്കുന്നില്ല.
ഫാന്റാസ്റ്റിക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ ഇതൊരു സൂക്ഷ്മജീവിയാണ് കേട്ടോ, അത് കണ്ണിൽ കാണില്ല കേട്ടോ. ഓക്കെ അല്ലെ? ഈ സൂക്ഷ്മജീവിയായിട്ടുള്ള ട്രാൻഡിഗ്രേഡിനെ നമ്മൾ ജലക്കരടി എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ആക്സിയം 4ന്റെ ഭാഗമായിട്ട് ISS എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഈ ട്രാൻഡിഗ്രേഡ് ജലക്കരടി എന്ന് പറയുന്നത്. സർ ഇത്രയും വലുതാണോ? അല്ലല്ല, ഇത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി വലുതാക്കിയതാണ്. ഇതിന്റെ ബോഡിയാണ്, ഇതാണ് എന്റെ ഹെഡ്, ഇതാണ് എന്റെ മൗത്ത്, ഇതാണ് എന്റെ ലെഗ്, ഇതാണ് എന്റെ ക്ലോസ്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? അതായത് 2007 ESAയുടെ ഫോട്ടോൺ M3 ദൗത്യത്തിനിടെ ഈ ട്രാൻഡിഗ്രേഡ് എന്ത് ചെയ്തു? ബഹിരാകാശത്തേക്ക് എക്സ്പോഷർ ചെയ്തു. എക്സ്പോഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് ഒലിച്ചു പോയി. അല്ലെങ്കിൽ എന്ത് ചെയ്തു? പറന്നുപോയി. എല്ലാവരും മരിക്കും, പക്ഷെ ഈ ട്രാൻഡിഗ്രേഡ് എന്ത് ചെയ്യില്ല? മരിച്ചില്ല. അതുകൊണ്ട് ഇവർക്ക് അസാധാരണമായ പ്രതിരോധ ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ ബഹിരാകാശത്ത് പോയാലും ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് ആര് മാറി? ട്രാൻഡിഗ്രേഡ് അല്ലെങ്കിൽ ജലക്കരടി മാറി. അപ്പൊ നമ്മൾ തമിഴ്നാടിന്റെ തീരത്ത് നിന്ന് ഒരു മറൈൻ ട്രാൻഡിഗ്രേഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു പേരിട്ടു. അതിന്റെ പേരാണ് ബാറ്റിലിപ്പസ് ചന്ദ്രയാനി. അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ട്രാൻഡിഗ്രേഡ് ഉണ്ട്. അപ്പൊ ചന്ദ്രയാനി എന്ന് കേട്ട ഉടനെ നിങ്ങൾക്ക് മനസ്സിലായത് ചന്ദ്രയാൻ 3 ആണ്. അല്ല, ചന്ദ്രയാൻ ദൗത്യമാണ്. ഏത് ചന്ദ്രയാൻ ദൗത്യം എന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ട ദൗത്യത്തിന്റെ പേരാണ് ചന്ദ്രയാൻ 3. അങ്ങനെ ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൗത്യത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ ട്രാൻഡിഗ്രേഡിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ആക്ച്വലി ബാറ്റിലിപ്പസ് ചന്ദ്രയാനി എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യം അല്ലേ? ഈ ബാറ്റിലിപ്പസ് ചന്ദ്രയാനി എവിടെ നിന്നാണ് കിട്ടിയത്? തമിഴ്നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കറണ്ട് അഫയർ ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുക. പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ സെക്ഷൻ കാണാം. പ്ലേലിസ്റ്റിൽ പോയാൽ മതി. അവിടെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് സിലബസുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. ഇത്രയും കാര്യം അല്ലേ? ഇതെല്ലാം ആണെങ്കിൽ വൺസ് അഗെയിൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് @Kiran PSC സ്റ്റഡി സർക്കിൾ, അതേപോലെ @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.